ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നിൽക്കുന്നത് തൃക്കടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും സ്വാഗതം. തൃക്കടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചപാണ്ഡവരിൽ ഇളയവനായ സഹദേവനാൽ നിർമ്മിതമാണെന്ന് കരുതപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രം ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ ചങ്ങനാശ്ശേരി കുന്നന്താനം റോഡിൽ മുക്കാട്ടുപടിക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ തിരുവൻമണ്ടൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളപ്പോൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. വനവാസകാലത്ത് പാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ എന്ന സ്ഥലത്ത് താമസിക്കുകയും അവർ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലായി ഓരോ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ സഹദേവൻ തൃക്കടിത്താനത്താണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. തിരുവൻവണ്ടൂരിന് സമാനമായി ഇവിടെയും 2 നിലകളുള്ള വട്ടശ്രീകോവിലാണ്. തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിന് സമാനമായി 2 നിലകളിലുള്ള വട്ടശ്രീകോവിലാണ് ഇവിടുത്തെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവും പടിഞ്ഞാറോട്ട് ദർശനമായി നരസിംഹമൂർത്തിയും ഇവിടെ വാണരുളുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വാതിൽ തുറക്കാറില്ല. അതിനാൽ ഭക്തർക്ക് ദർശിക്കുവാനായി ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഒറ്റ കണ്ണുകൊണ്ട് വേണം ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും ദർശിക്കുവാൻ. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട്. മഹാവിഷ്ണു നടയിൽ സ്വർണ്ണക്കൊടിമരവും നരസിംഹമൂർത്തി നടയിൽ ചെമ്പ് പൊതിഞ്ഞ കൊടിമരവുമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. രണ്ടിലും ഗരുഡവാഹനം സ്ഥിതി ചെയ്യുന്നുണ്ട്. നാലമ്പലത്തിന് പുറത്തായി ഉപദേവാലയങ്ങളായി ശാസ്താവ്, ഗണപതി, ഭദ്ര, നാഗരാജാക്കൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. തൊട്ടടുത്തായി സുബ്രഹ്മണ്യ പ്രതിഷ്ഠയോടുകൂടിയ ഒരു ക്ഷേത്രവുമുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവ ചടങ്ങെന്ന് പറയുന്നത് ദീപമഹോത്സവവും നരസിംഹ ജയന്തിയുമാണ്. വൃശ്ചികത്തിലെ തിരുവോണത്തിന് കൊടിയേറി 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ദീപമഹോത്സവം. മഹാഭാരതത്തിലെ അരക്കല്ലത്തിന് തീയിടുന്നതിനെ സ്മരിക്കുന്ന രീതിയിൽ ശരവിടങ്ങൾ അഗ്നിയിൽ സമർപ്പിക്കുന്നതാണ് ദീപമഹോത്സവം. വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഉത്സവമാണ് ദീപമഹോത്സവം. ദീപമഹോത്സവത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് നരസിംഹ ജയന്തി. തനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു മഹാവിഷ്ണു വിഗ്രഹം ഇല്ലാതിരുന്നപ്പോൾ സഹദേവൻ തപസ് ചെയ്ത് അഗ്നിദേവൻ സമർപ്പിച്ചതാണ് ഈ തൃക്കടിത്താനത്തെ മഹാവിഷ്ണു വിഗ്രഹം എന്നാണ് ഐതിഹ്യം. നാലമ്പലത്തിന് പുറത്തായി പൂച്ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് കൃഷ്ണനും രാധയും നിൽക്കുന്ന ഒരു സങ്കല്പത്തിൽ വൃന്ദാവനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചതുർബാഹു വിഗ്രഹത്തോടു കൂടിയ മഹാവിഷ്ണുവിന് സ്വർണ്ണക്കൊടിമരവും നരസിംഹമൂർത്തിക്ക് പിച്ചള പൊതിഞ്ഞ കൊടിമരവുമാണ് ഇവിടെയുള്ളത്. രണ്ടിലും ഗരുഡൻ വാഹനം ആലേഖനം ചെയ്തിട്ടുണ്ട്. വളരെ ചരിത്രപരമായി വളരെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് ശ്രീകോവിലും മറ്റും നല്ല വൈവിധ്യമാർന്ന ചിത്രപ്പണികളും കൊത്തുപണികളും എല്ലാം ഉണ്ട്. അതൊന്നും നമുക്ക് ക്യാമറയിൽ പകർത്താനുള്ള
ഇതില്ലാത്തതിനാൽ ക്ഷേത്രത്തിൻ്റെ വശത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ തൽക്കാലം നിർവാഹമില്ല. പഞ്ചപാണ്ഡവർ നിർമ്മിച്ച 5 ക്ഷേത്രങ്ങൾ ഒരു ദിവസം തന്നെ സന്ദർശിച്ചാൽ വളരെ പുണ്യമായാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തിരുവൻമണ്ടൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഗോശാലയാണിത്. വൈഷ്ണവം എന്ന് പേരിട്ടിട്ടുള്ള ഗോശാലയാണിത്. ഇവിടുത്തെ ഗോക്കൾക്കെല്ലാം പേരുകൾ ഇട്ടിട്ടുണ്ട്. കാളന്തി, ലക്ഷ്മി, പിന്നെ അവ ഓരോന്നും ജനിച്ച ദിവസങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾക്കുള്ള പാലെല്ലാം ഇവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഗോശാല വളരെ മനോഹരമായി പരിപാലിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്ലാവ്, അമ്മച്ചിപ്ലാവ് എന്ന് പറയുന്നത്. ക്ഷേത്ര വിഗ്രഹലബ്ധി നടന്ന സ്ഥലമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. പ്ലാവിനോടൊപ്പം തന്നെ ഒരു പേരാലും ഇവിടെ വളർന്ന് വരുന്നുണ്ട്. പ്ലാവെ ചുറ്റി ഒരു പേരാലും വളർന്നു വരുന്നുണ്ട്. ദീപ ഉത്സവത്തിൻ്റെ 4ാം ഉത്സവം മുതൽ ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ ശ്രീഭൂതബലിക്ക് പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇത് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കരിങ്കൽ പ്രതിമയാണ്. ഒരാൾ ശംഖ് പിടിച്ച് കിടക്കുന്ന രീതിയിലുള്ള പ്രതിമയാണിത്. ഇതിനെക്കുറിച്ച് കൂടുതലായി എനിക്കറിയില്ല. പല കഥകളും പറഞ്ഞ് കേൾക്കുന്നുണ്ട്, കൂടുതലായി അറിയില്ല. അതുകൊണ്ട് അറിവുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. വളരെ വിസ്തൃതിയാർന്ന ഒരു കുളമാണിത്. ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുള്ളൂ. കൂടുതലായി അറിവുള്ളവർ കമൻറ്റ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.